ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു +1 ഇക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ് റൂം. എൻ്റെ എല്ലാ പ്രീവിയസ് ക്ലാസ്സുകളും എല്ലാവരും കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻ ദി പ്രീവിയസ് ക്ലാസ് വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ജനസംഖ്യാ സ്ഥിതികളെക്കുറിച്ച് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ബർത്ത് റേറ്റിനെ കുറിച്ചും ഡെത്ത് റേറ്റിനെ കുറിച്ചും ജനന നിരക്കിനെ കുറിച്ചും മരണനിരക്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇൻ ദി ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡ് ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് വാസ് വെരി ഹൈ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനന നിരക്കും മരണനിരക്കും വളരെ ഉയർന്നതായിരുന്നു, അല്ലെങ്കിൽ വളരെ കൂടുതലായിരുന്നു. ബർത്ത് റേറ്റിൽ 48% ഇൻക്രീസ് ഉണ്ടായിരുന്നു. ജനനനിരക്കിൽ 48% വർധനവുണ്ടായിരുന്നു. എന്നാൽ ഡെത്ത് റേറ്റ് എങ്ങനെയായിരുന്നു? 40/1000 പെർ ഇയർ. ഒരു വർഷത്തിൽ 1000 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 40 പേരും മരണപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ മരിച്ചു പോയിരുന്നു. അതായിരുന്നു ഡെത്ത് റേറ്റിന്റെ കണക്ക്. അപ്പോൾ ബർത്ത് റേറ്റ് 48% ഇൻക്രീസ് ഉണ്ടായിരുന്നു, 48% വർധനവുണ്ടായിരുന്നു. ഡെത്ത് റേറ്റോ 40/1000 പെർ ഇയർ. ഒരു വർഷത്തിൽ 1000 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 40 ആയിരുന്നു ഡെത്ത് റേറ്റ്, അല്ലെങ്കിൽ മരണനിരക്ക്. രണ്ടും വളരെ ഹൈ ആയിരുന്നു, വളരെ ഉയർന്നതായിരുന്നു. സെക്കൻഡ്, ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിൽ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി, ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം 32 വയസ്സായിരുന്നു, 32 ഇയേഴ്സ്. ഓക്കെ, അറ്റ് പ്രസന്റ് എന്നാൽ നിലവില് 67.8 വയസ്സാണ് ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം. എ ഹ്യൂമൻ ബീയിങ് ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ദി പ്രസന്റ് ഈസ് 67.8 ഇയേഴ്സ്. അത് ഓർത്ത് വെക്കണം. അപ്പോൾ ബ്രിട്ടീഷ് കാലത്ത് 32 വയസ്സായിരുന്നു ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. എന്നാൽ അറ്റ് പ്രസന്റ് നിലവില് അത് എത്രയാണ്? 67.8 ഇയർ ആണ്, 67.8 വയസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക്. ബ്രിട്ടീഷ് പീരിയഡിൽ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 16%, 16% താഴെയായിരുന്നു ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക്. എന്ന് വെച്ചാൽ എഴുതാനും വായിക്കാനും അറിയുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. എന്നാൽ നിലവിൽ അറ്റ് പ്രസന്റ് ലിറ്ററസി റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് 71.2%. എന്നാൽ നിലവിൽ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 71.2%. വളരെ ഇൻക്രീസ് ചെയ്തു, അല്ലെ, കൂടിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക്, IMR. എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? ശിശു മരണ നിരക്ക്. എന്തായിരുന്നു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഇൻഫന്റ് ഡൈഡ് ബിഫോർ റീച്ചിങ് 1 ഇയർ ഏജ്. ഒരു വയസ്സ് എത്തുന്നതിന് മുൻപ് എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു, അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. യൂഷ്വലി ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർ 1000 ബർത്ത്. 1000 കുട്ടികൾ ജനിക്കുന്നതിൽ എത്ര കുട്ടികൾ ഒരു വയസ്സെത്തുന്നതിന് മുൻപ് മരിച്ചു പോകുന്നു. ആ രീതിയിലാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് പീരിയഡിൽ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ വളരെ കൂടുതലായിരുന്നു. എത്രയായിരുന്നു? 218/1000 ബർത്ത്. 1000 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിൽ 218 കുട്ടികളും ഒരു വയസ്സെത്തുന്നതിന് മുൻപ് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ മരണപ്പെടുന്നു. വളരെ ഹൈ ആയിരുന്നു, ഉയർന്ന നിരക്കായിരുന്നു ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയുമായിരുന്നു ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡ്. ഇത്രയും കാര്യങ്ങളായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിലെ ഇന്ത്യയിലെ ജനസംഖ്യ സ്ഥിതി. വളരെ കൃത്യമായിട്ട് പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു. ദെൻ വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ഫീച്ചേഴ്സ് ഓഫ് പ്രീ ഇൻഡിപെൻഡൻസ് ഒക്യുപേഷണൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിലെ തൊഴിൽപരമായ ഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിച്ചു.
അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? എന്താണ് തൊഴിൽപരമായ ഘടന എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ എൻഗേജ്ഡ് ഇൻ ഡിഫറെന്റ് ഒക്യുപ്പേഷൻ ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിനെയാണ് തൊഴിൽപരമായ ഘടന എന്ന് പറയുന്നത്. എന്തായിരുന്നു? ഇറ്റ് റെഫേഴ്സ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ എൻഗേജ്ഡ് ഇൻ ഡിഫറെന്റ് ഒക്യുപ്പേഷൻ ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിനെയാണ് തൊഴിൽപരമായ ഘടന എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് സെക്ടേഴ്സ്? ഏതൊക്കെയായിരുന്നു വിവിധ മേഖലകൾ? യെസ്, പ്രൈമറി സെക്ടർ ഓർ അഗ്രികൾച്ചറൽ സെക്ടർ, പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. സെക്കൻഡ്, സെക്കൻഡറി സെക്ടർ ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ, ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല. തേർഡ് വൺ, ടെർഷ്യറി സെക്ടർ ഓർ സർവീസ് സെക്ടർ, തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഈ മൂന്ന് സെക്ടേഴ്സിലും ഈ മൂന്ന് മേഖലയിലും ജോലി എടുക്കുന്നവരുടെ എണ്ണത്തിനെയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിനെയാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, തൊഴിൽപരമായ ഘടന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സവിശേഷതകൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? അഗ്രികൾച്ചർ ദി പ്രൈം ഒക്യുപ്പേഷൻ, കൃഷി പ്രധാന തൊഴിൽ. അതിൽ എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ഓൾമോസ്റ്റ് 85% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. മൊത്തം ജനസംഖ്യയുടെ 85% പേരും കാർഷിക മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഓക്കെ. സെക്കൻഡ്, ഇൻഡസ്ട്രി ദി ബ്ലീക്ക് ഒക്യുപ്പേഷൻ, വ്യവസായം ഇരുണ്ട തൊഴിൽ മേഖല. ഓൾമോസ്റ്റ് 10% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ എൻഗേജ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. മൊത്തം ജനസംഖ്യയുടെ 10% മാത്രമായിരുന്നു വ്യവസായ മേഖലയിൽ ജോലി ചെയ്തിരുന്നത്. ഓക്കെ. തേർഡ് ഫീച്ചർ, മൂന്നാമത്തെ സവിശേഷത എന്തായിരുന്നു? അൺബാലൻസ്ഡ് ഗ്രോത്ത്, അസന്തുലിതമായ വളർച്ച. എന്തൊക്കെയായിരുന്നു അതിൽ പഠിച്ചിരുന്നത്? 3 സെക്ടേഴ്സ്. ഏതൊക്കെയായിരുന്നു? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ 3 മേഖലകളുടെയും വളർച്ച, ഗ്രോത്ത് റേറ്റ് വ്യത്യസ്തമായിരുന്നു, ഡിഫറന്റ് ആയിരുന്നു, ഒരുപോലെ അല്ലായിരുന്നു. ഈ 3 സെക്ടറുകളിലും അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖലയിലായിരുന്നു റിലേറ്റീവ്ലി താരതമ്യേന കൂടുതൽ പേര് ജോലി ചെയ്തിരുന്നത്, കൂടുതൽ ഒക്യുപ്പേഷൻ ഉണ്ടായിരുന്നത് കമ്പയർഡ് ടു ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. ഇത്രയും കാര്യങ്ങളായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13. അണ്ടർസ്കോർ സം ഓഫ് ദി ഇന്ത്യാസ് മോസ്റ്റ് ക്രൂഷ്യൽ ഇക്കണോമിക് ചാലഞ്ചസ് അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ ചില സാമ്പത്തിക വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? ആൻസർ ശ്രദ്ധിച്ചോളൂ. ദി ഫോളോവിംഗ് ആർ സം ഓഫ് ദി ഇക്കണോമിക് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദി ഇന്ത്യൻ ഇക്കണോമി അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് ഇന്ത്യ നേരിട്ടിരുന്ന സാമ്പത്തിക വെല്ലുവിളികൾ താഴെ പറയുന്നു. ഫസ്റ്റ് ചാലഞ്ച്, ഒന്നാമത്തെ വെല്ലുവിളി, ലോ ലെവൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, കാർഷിക ഉൽപാദനക്ഷമതയുടെ കുറവ്. ഡ്യൂറിംഗ് ദി കൊളോണിയൽ റൂൾ, ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ വാസ് യൂസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ടു സ്യൂട്ട് ടു ദെയർ ഓൺ ഇൻട്രസ്റ്റ്. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലയെ ബ്രിട്ടീഷുകാർ അവരുടെ താൽപ്പര്യത്തിന് അനുസൃതമായി ഉപയോഗിച്ചിരുന്നു. കോൺസിക്വന്റ്ലി ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഗ്നൻസി, ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, പുവർ കണ്ടീഷൻ ഓഫ് ലാൻഡ്ലെസ് ഫാർമേഴ്സ് ആൻഡ് പെസൻസ്. ഇവയെല്ലാം ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കും ഉൽപാദനക്ഷമത കുറയാനും നിക്ഷേപത്തിന്റെ അഭാവം ഉണ്ടാവാനും ഭൂരഹിതരായ കർഷകരുടെ മോശമായ അവസ്ഥയ്ക്കും കാരണങ്ങളായി മാറി. Thus the immediate concern for India was to develop
its agricultural sector and its productivity. സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യ പ്രധാനമായും ഊന്നൽ നൽകിയത്, അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കാർഷിക മേഖലയെയും അതിൻ്റെ ഉൽപാദന ക്ഷമതയെയും വികസിപ്പിക്കുക എന്നതായിരുന്നു. Some of the immediate reforms needed at the time of independence were abolition of zamindari system, need of land reforms, reducing inequality of land ownership and upliftment of the peasants. സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് ഇന്ത്യ നടപ്പാക്കിയ അടിയന്തര പരിഷ്കാരങ്ങളിൽ ചിലതായിരുന്നു ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കൽ, ഭൂപരിഷ്കരണത്തിന്റെ ആവശ്യകത, ഭൂ ഉടമസ്ഥതയുടെ അസമത്വം കുറയ്ക്കുക, പാവപ്പെട്ട കർഷകരെ ഉയർത്തിക്കൊണ്ടുവരിക. സെക്കൻഡ് ചാലഞ്ച്, രണ്ടാമത്തെ വെല്ലുവിളിയായിരുന്നു ഇൻഫന്റ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ശിശു വ്യാവസായിക മേഖല. ഇന്ത്യ ഫെയിൽഡ് ടു ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് ഡ്യൂറിംഗ് ദി കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണകാലത്ത് മികച്ച വ്യാവസായിക അടിത്തറ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദി ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇന്ത്യ നീഡഡ് ഹ്യൂജ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ സ്കിൽസ്, ടെക്നിക്കൽ നോ ഹൗ ആൻഡ് മോഡേൺ ടെക്നോളജി. തങ്ങളുടെ വ്യാവസായിക മേഖല വികസിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് വൻ മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യങ്ങൾ, മാനുഷിക കഴിവുകൾ, സാങ്കേതിക അറിവ്, ആധുനിക സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ അത്യാവശ്യമായിരുന്നു. Further, due to stiff competition from the British industries, India's domestic industries failed to sustain. ബ്രിട്ടീഷ് വ്യവസായങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരം കാരണം ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസായങ്ങൾ നിലനിർത്തുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു. Thus, developing small scale and large scale industries simultaneously was the main concern for India to develop its industrial sector. ചെറുകിട വൻകിട വ്യവസായങ്ങൾ ഒരേ സമയം വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ വ്യാവസായിക മേഖല വികസിപ്പിക്കുന്നതിനുള്ള പ്രധാന ആശയമായിരുന്നു. Moreover, the need to increase the share of industrial sector to India's GDP was one of the important economic challenges for India. വ്യാവസായിക മേഖലയുടെ വിഹിതം ഇന്ത്യയുടെ GDP-യിലേക്ക് ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന സാമ്പത്തിക വെല്ലുവിളിയായിരുന്നു. തേർഡ് ചാലഞ്ച്, മൂന്നാമത്തെ വെല്ലുവിളി എന്താണെന്ന് നോക്കിക്കോളൂ. ലാക്ക് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. ഓൾദോ there was a significant change in the infrastructural development in the country, but this was not sufficient to improve the performance of agricultural and industrial sector. ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കാര്യമായ മാറ്റമുണ്ടായെങ്കിലും കാർഷിക വ്യാവസായിക മേഖലയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് ഇത് പര്യാപ്തമല്ലായിരുന്നു. Also, there was a need to upgrade the existing infrastructure and to modernize the infrastructure to enhance its efficiency and effectiveness. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയും അതിൻ്റെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വന്നു. ഫോർത്ത് ചാലഞ്ച്, നാലാമത്തെ വെല്ലുവിളി എന്തായിരുന്നു എന്ന് നോക്കിക്കോളൂ. പോവർട്ടി ആൻഡ് ഇൻഇക്വാളിറ്റീസ്,
ദാരിദ്ര്യവും അസമത്വവും. ഇന്ത്യ വാസ് ട്രാപ്ഡ് ഇൻ ദി വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ആൻഡ് ഇന്നിക്വാളിറ്റി. ദാരിദ്ര്യത്തിൻ്റെയും അസമത്വത്തിൻ്റെയും വലയത്തിൽ ഇന്ത്യ കുടുങ്ങി. ദി കൊളോണിയൽ റൂൾ ഡ്രെയിൻഡ് ഔട്ട് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഇന്ത്യാസ് വെൽത്ത് ടു ബ്രിട്ടൻ. കൊളോണിയൽ ഭരണം ഇന്ത്യയുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ടുപോയി. കോൺസിക്വൻ്റ്ലി മെജോറിറ്റി ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ വാസ് പോവർട്ടി ട്രോഡൻ. തന്മൂലം ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ദാരിദ്ര്യത്തിലായിരുന്നു. ദിസ് ഫർദർ എക്സാജറേറ്റഡ് ഇക്കണോമിക് ഇന്നിക്വാളിറ്റീസ് അക്രോസ് ദി കൺട്രി. ഇത് രാജ്യത്തുടനീളമുള്ള സാമ്പത്തിക അസമത്വങ്ങളെ കൂടുതൽ പെരുപ്പിച്ചു കാണിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത്, എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക വെല്ലുവിളികൾ. ഇക്കണോമിക് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. 4 ചാലഞ്ചസ്, 4 വെല്ലുവിളികൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. വെൻ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഓപ്പറേഷൻ അണ്ടർടേക്കൺ? ഇന്ത്യയുടെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് പ്രവർത്തനം നടന്നത് എന്നായിരുന്നു? സെൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ എക്കോണമിയിൽ. ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് പറയുന്നു. ഓക്കെ, സെൻസസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. ഇന്ത്യാസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഓപ്പറേഷൻ വാസ് അണ്ടർടേക്കൺ ഇൻ ദി ഇയർ 1881. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത് 1881 ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം 1881. ഇന്ത്യാസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഹെൽഡ് ഇൻ ദി ഇയർ 1881. After that, the census has been conducted after every 10 years. അതിനുശേഷം ഓരോ 10 വർഷത്തിലും സെൻസസ് നടത്തുന്നു. ഓക്കെ ആണല്ലോ, 10 വർഷം ഗ്യാപ്പിലാണ് സെൻസസ് ഇന്ത്യയിൽ നടക്കുന്നത്. വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ സെൻസസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കൂടുതൽ സെൻസസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, it involves a detailed estimation of population size along with a complete demographic profile of the country. രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ ജനസംഖ്യാ സ്ഥിതിക്കൊപ്പം ജനസംഖ്യാ വലുപ്പത്തിൻ്റെ വിശദമായ കണക്കാക്കലും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ്. ജനസംഖ്യ കണക്കെടുപ്പാണ്. ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ച്, ജനസംഖ്യയുടെ അളവിനെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് സെൻസസ്. ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ഭാഗങ്ങളും എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യം കൂടെയാണ്. പ്രത്യേകിച്ച് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. 1 മാർക്കിന് വരുന്ന ചോദ്യമാണ്. എസ്പെഷ്യലി ഇയർ 1881, ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം. ഒഫീഷ്യൽ സെൻസസ് ഇൻ ഇന്ത്യ അണ്ടർടേക്കൺ ഓർ ഹെൽഡ് ഇൻ ദി ഇയർ 1881. അതുപോലെ ഓരോ 10 വർഷത്തിലുമാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. ആ 2 കാര്യങ്ങൾ ഓർത്തു വെക്കണം. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ
സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.